ഇന്നലെ ഒത്തിരി പേര് ഗ്യാസിന് വേണ്ടി ക്യൂ നിന്നിട്ടുണ്ടാവും. ഇന്ന് അത് മാറിയിട്ട് പെട്രോളിന് വേണ്ടി വലിയ ക്യൂ അല്ല നിങ്ങളെല്ലാവരും കണ്ടത്. അതെ, നമ്മുടെ ബംഗളൂരു അതുപോലെ തന്നെ ചെന്നൈ എന്ന് വേണ്ട വലിയ വലിയ സിറ്റികളിൽ ഈ പറഞ്ഞ പോലെ പെട്രോളിനും ഡീസലിനും വേണ്ടി വലിയ വലിയ ക്യൂ ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ഒരു ചെറിയ സ്റ്റോറിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. പണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ബ്രെഡിനൊക്കെ 6 രൂപ വിലയൊക്കെ ആയിരിക്കും. എന്നാൽ വെള്ളപ്പൊക്കം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സാധനത്തിന് ഷോർട്ടേജ് വന്നിട്ട് ഈ സാധനം ഈ പറയുന്ന ആൾക്കാർ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ 6 രൂപയ്ക്ക് വിൽക്കേണ്ട ബ്രെഡ് സാധനം ഇല്ലാത്തതിനാൽ 60 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയാണ് പണ്ടുള്ള കുറേ ആൾക്കാർ ലാഭം നേടിയിരുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ECA എന്ന നിയമം നിലവിൽ കൊണ്ടുവന്നത്. ഞാൻ ഇന്നലെ ECA കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ സാധനം പൂഴ്ത്തിവെപ്പിന് എതിരെ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ പെട്രോൾ ഇല്ലെങ്കിൽ ഡീസൽ ആൾക്കാർ ഒത്തിരി മേടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണ്. കാരണം ഇൻ കേസ് പെട്രോളിനോ ഡീസലിനോ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് വിൽക്കാം. ഇല്ലെങ്കിൽ ക്ഷാമം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ വില ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സാധനം യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ടൊക്കെയാണ് ആൾക്കാരിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. പിന്നെ ഇവരുടെയൊക്കെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്രോളൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 90 ദിവസത്തേക്ക് വേണ്ട പെട്രോൾ ഓൾറെഡി ഉണ്ട്. പിന്നെ പ്രൈവറ്റ് കമ്പനികളിൽ 67 ദിവസത്തേക്കുള്ള പെട്രോളും ഡീസലും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വലിയ വലിയ കിടങ്ങൾ, അതായത് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഗവൺമെൻറ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഓൾറെഡി സ്റ്റോക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് 40 രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് പെട്രോളും ഡീസലും മേടിക്കുന്നുണ്ട്. അപ്പം അതായത് ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ റഷ്യ, US, ഇറാഖ് എന്നിവിടങ്ങളിലെല്ലാം നമ്മൾ എണ്ണ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് മാത്രം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ പെട്രോളിനും ഡീസലിനും ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓടിച്ചെന്ന് പെട്രോൾ മേടിച്ച് സൂക്ഷിക്കുകയോ ഇല്ലെങ്കിൽ നിറച്ച് വെക്കുകയും പൂഴ്ത്തി വെക്കുകയൊന്നും ചെയ്യാതെ നമ്മുടെ ലൈഫ്, ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണോ പഴയതുപോലെ നടന്നത് അതുപോലെ ജീവിക്കുക. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, സൈനിങ് ഓഫ്, ജോസ് പ്രകാശ്.